എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അതായത് ഈ നിൽക്കുന്ന യശോദ തമ്പുരാട്ടിയുടെ ഏട്ടന്റെ മകൾ എറണാകുളം ഒരു IT കമ്പനിയിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യുക. നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ നാട്ടിലില്ലായിരുന്നു. പെട്ടെന്ന് അച്ഛൻ്റെ അരികിലേക്ക് പോവേണ്ടി വന്നു. ഇപ്പം നാട്ടിലെത്തിയിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. അപ്പം നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ച് ഏട്ടന്മാർക്ക് എന്നെ കൂട്ടാൻ മാരേജ് കഴിച്ചല്ലേ. മാരേജിന് എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് ഏടത്തിമാരൊന്ന് കണ്ടേക്കാന്ന് കരുതി. ഇത്രയൊക്കെ പോരെ ഏടത്തി, ബാക്കിയൊക്കെ നമുക്ക് പതിയെ പരിചയപ്പെടാം. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ശില്പി ഒന്ന് തലയാട്ടി. മോള് വാ, പോയി ഫ്രഷ് ആയിട്ട് വാ, കഴിക്കാനെടുക്കാം. ഓക്കെ ആൻറ്റി. അല്ല ആൻറ്റി, ബാക്കിയെല്ലാവരും എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. പുരുഷകേസരികളൊന്നും ഇവിടെ കാണില്ലെന്നറിയാം, മുത്തശ്ശനൊഴികെ. ശ്രീമംഗലം തറവാടിലെ തമ്പുരാൻ എവിടെ? ഉച്ചമയക്കത്തിലാണോ ആൻറ്റി? എൻ്റെ സിത്തു, അവരൊക്കെ നിനക്ക് പിന്നെ കാണാം. നീ ആദ്യം പോയിട്ടൊന്ന് കുളിച്ചേച്ചും വാ. ഓക്കെ ഓക്കെ, കൂൾ ബേബി. സിതാര ചിരിച്ചുകൊണ്ട് യശോദയുടെ താടിയിലൊന്ന് തലോടി. യശോദ അവളെയും കൂട്ടി മുകളിലേക്കുള്ള കോണിപ്പടി കയറി. ശില്പിയാണെങ്കിൽ ആകെ കിളിപോയ അവസ്ഥയിൽ നിൽപ്പായിരുന്നു. ഇതൊക്കെ എവിടുന്ന് വരുന്നോ ആവോ? അവൾ മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് തന്റെ റൂമിലേക്ക് പോയിട്ട് വാതിലടച്ചു. മുകളിൽ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ കിടക്കുന്ന റൂമുണ്ട്. അവിടേക്കാണ് സിതാരയെ യശോദ കൊണ്ടുപോയത്. എന്നാൽ ഞാൻ പോയി ഭക്ഷണം എടുത്ത് വെക്കട്ടെ, മോള് ഫ്രഷായി വാ. ആ ഓക്കെ. അതെ, എവിടെ മരുമകള്? എന്നെ മുറച്ചെറുക്കിനെ തട്ടിയെടുത്ത മിണ്ടാപൂച്ച. ഈശ്വര, ഈ പെണ്ണ്. യശോദ നാലു ഭാഗവും നോക്കി തലയിൽ കൈവച്ച് അവൾ അടിക്കാനായി കയ്യോങ്ങി. അപ്പോഴേക്കും സിതാര വാതിലടച്ച് കഴിഞ്ഞിരുന്നു. അമ്മേ, ആരെങ്കിലും വന്നോ ഇവിടെ? ഒരു പുൻസിരിയോട് അടഞ്ഞ വാതിലേക്ക് നോക്കി അവർ തിരിഞ്ഞടക്കവെയാണ് മായ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ച്. ഞാൻ വെറുതെ ഒന്ന് കിടന്നാ, മയങ്ങിപ്പോയി. ആ മോളെ, നമുക്കൊരു വിരുന്നുകാരിയുണ്ട്. വിരുന്നുകാരി എന്ന് പറയാൻ പറ്റില്ല, വീട്ടുകാരി തന്നെയാ. എൻ്റെ ഏട്ടൻ്റെ മകൾ സിതാര. ഇപ്പൊ കുറച്ചു നാളായിട്ട് വരവ് കുറവാ. അതെയോ? എന്നിട്ട് ആളെവിടെ? കുളിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. ഭക്ഷണം കഴിച്ചില്ലാന്ന് തോന്നുന്നു. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കട്ടെ? എന്നാ ഞാനും വരാമേ. ആ വാ. അവർ പരസ്പരം എന്തോ സംസാരിച്ച് താഴേക്ക് ഇറങ്ങി. ആ സമയം ശില്പയുടെ മനസ്സ് പുതിയ കഥക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ചെറിയമ്മയുടെ ആംഗ്ലയുടെ മകൾ, അതായത് ഇന്ദ്രേട്ടന്റെ മുറപ്പെണ്ണ്. അവൾ മനസ്സാൽ പറഞ്ഞുകൊണ്ട് ഊറി ചിരിച്ചു. തന്റെ ക്യാബിൽ അക്ഷമയോടെ ഇരിക്കായിരുന്നു ശ്രീഹരി. ഉച്ചയ്ക്ക് ശില്പയുടെ കോൾ വന്ന മുതൽ അവനാകെ അസ്വസ്ഥതയിലായിരുന്നു. താനൊരു ഓഫീസ് ഡ്യൂട്ടിയിലല്ലേ, അപ്പോൾ ഫോണിങ്ങനെ ഓഫ് ചെയ്തിടാൻ കഴിയോ? കട്ട് ചെയ്താലെങ്കിലും മനസ്സിലാക്കാലോ സിറ്റുവേഷൻ. എന്നിട്ടും വിളിക്കുന്നു. നാശം. അവന്റെ ഉള്ളിൽ അമർഷം നിറഞ്ഞു. അപ്പോഴാണ് ഡോർ തുറന്ന് ഇന്ദ്രനകത്തേക്ക് വന്ന്. ഏട്ടാ. ഇന്ദ്രന്റെ വിളി കേട്ട് ശ്രീഹരി തലയുയർത്തി അവനെ നോക്കി. എന്തേട്ടാ മോക്ക് വല്ലാണ്ട്? ശ്രീഹരിക്കുമ്പോഴുള്ള ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ലടാ, ഒരു തലവേദന. ഏട്ടാ വേണ്ട കേട്ടോ, ഇന്നലെ നമ്മൾ തീരുമാനത്തിലെത്തിയതാ, എന്തുണ്ടെങ്കിലും പരസ്പരം തുറന്നു പറയണമെന്ന്. അതേട്ടൻ മറന്നുപോയോ? അങ്ങനെയല്ലടാ, ഈ കുരിശ് എന്നെയും കൊണ്ടേ പോവുള്ളൂ, അതോർത്ത് നിന്നാ. പിന്നെ നിന്നെയും കൂടെ അറിയിച്ചിട്ട് ടെൻഷനാക്കുന്നത് എന്തിനാ? അതേത് കുരിശ്? പുതിയ കുരിശാണോ അതോ പഴയ തന്നെയോ? പഴയ തന്നെയാടാ, വിളിയോട് വിളി. ഫോൺ കെട്ടിയിട്ടും വിളിയോട് വിളി. ഇവളൊക്കെ എന്ത് ജന്മാണോ എന്തോ, എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലടാ. ഏട്ടാ ഇങ്ങനെ ടെൻഷൻ ആവില്ലേ? നമുക്കിനൊരു വഴി ഉണ്ടാവും, ഇല്ലാതെ പോവില്ല. ഏട്ടോ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം, അപ്പം ഈ മൂഡ് ഓഫ് ഒന്ന് മാറും. അതെ, പിന്നെ പറഞ്ഞാള് വീട്ടിലെത്തിയിട്ടുണ്ട്. ആര്? സിതാരയോ? യെസ്. ഇന്ദ്രൻ പറഞ്ഞതും ശ്രീഹരിയുടെ ചുടികളിലെ ഒരു പുഞ്ചിരി മിന്നി മറിഞ്ഞു. ആ പുഞ്ചിരിയോടൊപ്പം അവൻ എഴുന്നേറ്റ് ഇന്ദ്രനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഇതാണല്ലേ നമ്മുടെ ഏടത്തി? ശ്രീയേട്ടനിലൂടെ കറങ്ങി തിരിഞ്ഞു വന്നിട്ട് ഇന്ദ്രേട്ടനിൽ ഒതുങ്ങിയ ശ്രീമംഗലത്തെ രണ്ടാമത്തെ മരുമകൾ. മുമ്പെപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അന്ന് പക്ഷെ ശ്രീയേട്ടൻ്റെ കൂടെ ആയിരുന്നു എന്ന് മാത്രം. ഇതിപ്പോ അല്ലാതെ ഭാഗ്യം തന്നെയാണ് ഏടത്തി. ഒരുപാട് വർഷങ്ങൾ ഏട്ടനെ സ്നേഹിച്ചിട്ട് അനിയന്റെ താലി കഴുത്തിൽ വീണ്, അതിനും വേണൊരു ഭാഗ്യം അല്ലേ ശില്പയെടുത്തി? ചിരിച്ചുകൊണ്ട് സിതാര ശില്പയെ നോക്കി. ശില്പയുടെ മുഖമൊന്ന് തെളിഞ്ഞു അവളുടെ സംസാരം കേട്ടപ്പോൾ. അതേ സിത്തു, ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. അവൾക്ക് മറുപടിയായി ശില്പയെ ഏറ്റു പറഞ്ഞു. മായ ഒന്നും മിണ്ടാനാവാത്ത അറിഞ്ഞിരിക്കുകയായിരുന്നു. അവൾക്ക് ഹൃദയത്തിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും അവൾ വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. ഏടത്തി നിക്ക്. സിത്തു, കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക്. യശോദ ശാസനയോടെ പറഞ്ഞിട്ട് മായക്ക് പിന്നാലെ പോയി. സിത്തു. ശില്പ അവൾക്കരികിലേക്ക് ഒരു ചെയർ വലിച്ചിട്ടിരുന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി. എന്നിട്ട് തുടർന്നു. ആർക്കും ഇഷ്ടമായില്ല കേട്ടോ സിത്തു പറഞ്ഞ്. ശ്രീയേണ് ചേച്ചി ഒത്തിരി ഇഷ്ടമായിരുന്നു, വിവാഹത്തിലെത്തിയതാ. അപ്പോഴാ ചേച്ചി കാലുമാർന്ന്. എന്ത് ചെയ്യാൻ? പിന്നെ ആകെ പ്രശ്നമായി. പാവം ശ്രീയേട്ടൻ. ആ സങ്കടത്തിൽ നിന്ന് കരയറ്റണം തോന്നി. അങ്ങനെയാ ഞാൻ ഈ വിവാഹത്തിന് മുന്നോട്ട് വന്ന്. അങ്ങനെ വിവാഹം നടന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിക്കുകയും ചെയ്തു. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? സിത്തു ഒരു ആലോചനയോടെ കഴിക്കുന്ന മതിയൊക്കെ എഴുന്നേറ്റു. ആഹാ, ഇതാരാ സിതാരയോ? ചോദിച്ചുകൊണ്ട് പത്മവും ഹാളിലേക്ക് വന്നു. അല്ല ആൻറ്റി, ഇതെന്തൊരു ഉറക്ക? ഞാൻ വന്നിട്ട് എത്ര സമയമായി? ഇങ്ങനെയുണ്ട് ഉറക്കം? അത് മോളെ, എന്തോ രാവിലെ മുതലേ നല്ല തലവേദന ഉണ്ടായിരുന്നു. കോളിംഗ് ബെല്ല് അടിച്ചേ കേട്ടായിരുന്നു. പിന്നെ വയ്യായിട്ട് എഴുന്നേറ്റ് വരാണ്ടിരുന്ന്. ഞാൻ വെറുതെ പറഞ്ഞ ആൻറ്റി. ഉച്ചക്കുള്ള ഭക്ഷണം കഴിഞ്ഞാൽ ആദ്യം ആളുകൾക്കൊരു ഉറക്കം ചെയ്യില്ല, അതിനൊന്നും കുഴപ്പമില്ല. അത് സിത്തു, അമ്മയ്ക്കിന്ന് ശ്രേയ പോയതിന് സങ്കടം കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഈ തലവേദന. ഓ, ശ്രേയ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അവളുടെ ലൈഫ് എങ്ങനെയാ? അടിപൊളിയല്ലേ? ഏടത്തിയുടെ ബ്രദറല്ലേ അവള് മാരേജ് ചെയ്ത്? അതേ സിത്തു, അവള്. അപ്പോഴേക്കും പത്മ ശില്പയ്ക്ക് നേരെ കണ്ണു കാണിച്ചു. നടന്ന കാര്യങ്ങളൊന്നും പറയില്ലേ എന്ന അർത്ഥത്തിൽ.
അത് ഒളി കണ്ടാൽ സിത്താര കണ്ടു. അവളുടെ ചുണ്ടിൽ അവർ കാണാതെ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. അവരെ നോക്കി കൈ കഴുകിയിട്ട് തന്നെ ഫോൺ കയ്യിലെടുത്ത് എന്തോ നോക്കി സോഫയിലേക്ക് ഇരുന്നു. ഞാനിപ്പോൾ വരാം, നിങ്ങൾ സംസാരിക്കേ. പത്മ പറഞ്ഞിട്ട് പോയതും ശില്പ അവൾക്കരികിലേക്ക് ഇരിക്കാൻ ചെന്നു. ഉടനെ അവൾ അവിടുന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. ഏടത്തി, വല്ലാത്ത ക്ഷീണം, കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ, നമുക്ക് വൈകിട്ട് കാണാം. അവളോട് എന്തൊക്കെയോ സംസാരിക്കാനുള്ള തയ്യാറെടുപ്പിൽ പോയ ശില്പ അവളുടെ സംസാരം കേട്ട് ആകെ അടിയേറ്റ പോലെയായി. പക്ഷെ അത് അവൾ പുറത്ത് കാണിക്കാതെ സിത്താരയെ നോക്കി ചുണ്ടിലൊരു പുഞ്ചിരി വരുത്തി തലയാട്ടി. സിത്താര വേഗത്തിൽ കോണിപ്പടി കയറി അവളുടെ റൂമിലേക്ക് പോയി. സമയമുണ്ടല്ലോ, വഴിയുണ്ടാക്കാം മനസ്സിൽ പറഞ്ഞിട്ട് അവളും പിന്നാലെ കയറി. മായ അടുക്കളയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതും പുറകിൽ യശോദയും ഉണ്ടായിരുന്നു. മോളെ, പിന്നിൽ നിന്ന് അമ്മയുടെ വിളിയേട്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചവൾ തിരിഞ്ഞു. എന്താ മോളെ ഇത്? അവൾ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് നീ ഇങ്ങനെ സങ്കടപ്പെടാവോ? അവൾ നാവിന് ലൈസൻസ് ഇല്ലാത്ത പെണ്ണ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും, അത്രയേ ഉള്ളൂ, അല്ലാതെ മനസ്സിലൊന്നും വെച്ചിട്ടല്ല. അത് സാരില്ല അമ്മേ, എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനത് അപ്പോഴേ വിട്ടു. ഈ മുഖം കണ്ടാലും പറയും അപ്പോഴേ വിട്ടെന്ന്. എൻ്റെ കുട്ടി, നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും കരഞ്ഞു നിൽക്കല്ലേ, അത് നിനക്ക് ദോഷേ ചെയ്യുള്ളൂ. ഇത്രയും നാൾ കിട്ടിയത് അത് തന്നെയല്ലേ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറച്ച് ധൈര്യമെങ്കിലും ഉണ്ടാവും. നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്? അവരുടെ ശബ്ദത്തിൽ ശാസന നിറഞ്ഞു നിന്നു. അതവളിൽ വല്ലാത്തൊരു വേദനയുണ്ടാക്കി. ഇല്ലമ്മ, ഇനി ഉണ്ടാവില്ല. ഇത് നീ എന്നും പറയുന്നല്ലേ. സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയല്ല വേണ്ട, അതിനുള്ള മറുപടി അപ്പം കൊടുക്കണം. പിന്നെ ശ്രീഹരി സ്നേഹിച്ചെന്നുള്ള സത്യ, പക്ഷേ ഇന്ന് ഞാൻ ഇന്ദ്രന്റെ ഭാര്യയാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇനി എങ്ങാനും ഇങ്ങനെ കണ്ണും നിറച്ച് നിൽക്കുന്ന കാണട്ടെ. വലിയ പെണ്ണായെന്നും ഞാൻ നോക്കില്ല, കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. മായ അമ്മയുടെ മുഖത്തൊക്കെ അവിടെ ദേഷ്യവും പരിഭവം കണ്ടതും അറിയാതെ ചിരിച്ചുപോയി. ആ ചിരി യശോദയിലേക്കും പടർന്നു. രാത്രി 8 മണി കഴിഞ്ഞതും ശ്രീഹരിയുടെ കാറ് മുറ്റത്ത് വന്ന് നിന്നു. കാറ് വന്ന് മുകളിൽ ബാൽക്കണിയിൽ നിന്ന് കണ്ട ശില്പ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി നേരെ മുൻവശത്തേക്ക് നടന്നു. ഹാളിൽ TV കണ്ടുകൊണ്ടിരുന്ന സിത്താര അവൾക്ക് പിന്നാലെ ചെന്നു. കാറിൽ നിന്ന് ശ്രീഹരി ഇന്ദ്രൻ ഇറങ്ങിയതും സിത്തു അവർക്കടുത്തേക്ക് ഓടി. ഇന്ദ്രേട്ടാ, ശ്രീയേട്ടാ. ആൾ വിളിച്ചുകൊണ്ട് ചെന്നതും ശ്രീഹരി അവൾക്കരികിലേക്ക് നടന്നിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അതോടൊപ്പം ഇന്ദ്രനും. നീ ആകെ തടിച്ചോടി വേണേ, ഈ ജീവിതം ഇങ്ങനെ തിന്നീർക്കാൻ തന്നെ തീരുമാനിച്ചതാൻ? ഓ ഇന്ദ്രേട്ടാ, അങ്ങനെയൊന്നുമില്ല. ഇന്ദ്രൻ പറഞ്ഞതും അവളുടെ മുഖത്ത് പരിഭം നിറഞ്ഞ ചിരി നിറഞ്ഞു. നോക്കിയടാ ഇവിടെ മുഖം, പറഞ്ഞുകൊണ്ട് ശ്രീഹരിയും ചിരിച്ചു. ആ ചിരിയിലേക്ക് ഇന്ദ്രനും സിത്താരയും കൂടി. എല്ലാം കണ്ടുകൊണ്ട് സിറ്റൗട്ടിൽ നിൽക്കുന്ന ശില്പയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. ശില്പ എന്നൊരാൾ അവിടെ സിറ്റൗട്ടിൽ നിൽക്കുന്ന പോലെ ശ്രദ്ധിക്കാതെ സിത്തുവിനോട് സംസാരിച്ചുകൊണ്ട് ശ്രീഹരീന്ദ്രനും അവളെ കടന്ന് അകത്തേക്ക് നടന്നു. ആ, നിങ്ങൾ വന്നോ? അവരെ കണ്ട് സോഫയിലിരിക്കുന്ന മുത്തശ്ശൻ അവരെ നോക്കിയാൽ ചിരിച്ചു. ആ മുത്തശ്ശ, ശ്രീഹരിയാണ് മറുപടി പറഞ്ഞു. എന്നാൽ രണ്ടാളും പോയിട്ട് കുളിച്ചിട്ട് വാ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കുക. മുത്തശ്ശൻ പറഞ്ഞു. ശ്രീഹരി താഴെ തന്റെ റൂമിലേക്ക് നടന്നു. ശ്രീഹരി താഴത്തെ റൂമിലേക്ക് പോയതും ശില്പയുടെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു. അതോടൊപ്പം അമർഷവും. ഹാളിലുണ്ടായിരുന്ന മറ്റുള്ളവർ പിന്നെ അത് തങ്ങളെ ബാധിക്കുന്ന വിഷയമേലെന്ന രീതിയിൽ നിന്നു. കാരണം ശ്രീഹരിയുടെ ഇപ്പോഴുണ്ടാകുന്ന തീരുമാനങ്ങളിൽ ആരും തന്നെ അഭിപ്രായം പറയാറില്ല, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയായിരുന്നു. അതിനിൽ തന്റെ റൂമിലേക്ക് വന്നിരുന്ന ഇന്ദ്രന്റെ കണ്ണുകൾ അവിടെ ആകെ ഓടി നടന്നു. കാണാൻ ആഗ്രഹിച്ച മുഖം കൺമുമ്പിൽ കാണാതിരുന്നു. അവന്റെ മനസ്സിൽ സങ്കടം നിറഞ്ഞു. ഇന്ദ്രേട്ടാ. നിരാശയുടെ മുകളിലേക്കുള്ള കോണിപ്പടി കയറവേ പിന്നിൽ നിന്നുള്ള വിളിയേട്ട് ഇന്ദ്രൻ തിരിഞ്ഞു. ഇന്ദ്രന്റെ കൂടെ സിത്താരയെ മുകളിലേക്ക് ഓടിക്കയറി. എന്താടി? ഒരു കുഞ്ഞ് സോറി. എന്തിനാടി? എന്തെങ്കിലും പണിയൊപ്പിച്ചോ നീ? ചെറുതായിട്ട്. അവൾ ചിരിച്ചു. ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തോളാം, ഒന്നും പറയല്ലേ. വെറുതെ അല്ല, മുന്നിലൊന്നും ആളെ കാണാത്തത്. ഞാനിപ്പോ വരാം, നിനക്കാൻ വെച്ചിട്ടുണ്ട്. ആവും പറഞ്ഞ് ഇന്ദ്രൻ റൂമിലേക്ക് കയറി. സിത്താര റൂമിലേക്ക് പോകാൻ തുനിഞ്ഞ് കണ്ടു കോണിപ്പടി കയറി മായ വരുന്നു. അവൾ 4 ഭാഗവും നോക്കി. ശില്പ താഴെയാണ്. ഇനി ഇതുപോലൊരു അവസരം കിട്ടില്ല. ഏർത്തി. മായ മുകളിലെത്തിയ സിത്താര അവൾക്ക് മുമ്പിലേക്ക് ചെന്നിട്ട് വിളിച്ചു. മായക്കാകെ പേടി തോന്നി. ഇനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് ഓർത്ത്. എന്തേലും വേണോ? സിത്താരെ നോക്കി അവൾ ഒരു പരിങ്ങലോടെ ചോദിച്ചു. വേണ്ട ഏർത്തി, ഏർത്തി ഒന്ന് വന്നേ. സിത്താര മായയുടെ കയ്യിൽ പിടിച്ചു. ഞാൻ ഇന്ദ്രേട്ടൻ കുളിക്കാൻ പോയതാ, ഏർത്തി വന്നേ. പറഞ്ഞുകൊണ്ട് സിത്തോടെ കൈ പിടിച്ച് തന്റെ റൂമിലേക്ക് കടന്ന് വാതിൽ ലോക്ക് ചെയ്തു. സോറി ഏർത്തി. പറഞ്ഞുകൊണ്ട് സിത്താര മായ കെട്ടിപ്പിടിച്ചു. സിത്തു. മായ പതിയെ വിളിച്ചു. ഏർത്തി ഇവിടെ ഇരിക്കേ. സിത്തോളെ ബെഡിലേക്ക് ഇരുത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു വിഷമം കരുതരുതേ, അപ്പം അങ്ങനെ പറയേണ്ടി വന്നു. സോറി, മനസ്സിലൊന്നും വെച്ചേക്കില്ലേ. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. അതിന് നീ സോറി ഒന്നും പറയണ്ട. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന്. പിന്നെ ശ്രീയേട്ടൻ ഇന്ദ്രേട്ടൻ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏടത്തി അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും അതേപോലെ ഇപ്പം അനുഭവിക്കുന്നു. എൻ്റെ ഈ ഏടത്തി ഈ വീടിൻ്റെ ഭാഗ്യ, ഏടത്തിയുടെ അനിയത്തി നിർഭാഗ്യവും. സിത്തു. വേണ്ട ഏടത്തി, ഇനി ഇത്ര സെന്റിമെന്റ്സ് ഫീലിങ്സ് ഒഴിവാക്ക്. ഇന്നത്തെ കാലത്ത് ഒരാളോട് ഒരു കമ്മിറ്റ്മെന്റ് സൂക്ഷിക്കാതിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലത്, അത് ആരോടായാലും. അതുകൊണ്ട് ഞാൻ പറയാം, നാളെ മുതൽ അല്ലെ വേണ്ട, ഇന്ന് മുതൽ ഏടത്തി ആളാകെ മാറണം. മാറിയേ പറ്റുള്ളൂ. പുറത്തെ ഏടത്തിയുടെ അനിയത്തിയുടെ മുമ്പിൽ ഞാൻ ഏടത്തിയെ പലതും പറയും. അതിന് നല്ല ഒന്നാമത്തെ മറുപടി എനിക്ക് തരാൻ ഏടത്തി കഴിയണം. അല്ലാതെ മുഖം വീർപ്പിച്ച് കണ്ണു നിറച്ച് നിൽക്കുന്ന ഇന്ദ്രേട്ടൻ്റെ പെണ്ണിനെ ചേർന്നല്ല. നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട, പതുക്കെ കാര്യങ്ങൾ അവസരത്തിനൊത്ത് ഞാൻ പറഞ്ഞുതരാം. എല്ലാം ഒന്ന് റെഡിയാകുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞതിനെല്ലാം വീണ്ടും സോറി, റിയലി സോറി.
ശ്രീയേട്ടനിലൂടെ കറങ്ങി തിരിഞ്ഞു വന്നാണെങ്കിലും ഇന്ദ്രേട്ടനെ വിധിച്ച പെണ്ണെൻ്റെ ഈ ഏടത്തി തന്നെയാ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് ഏടത്തിയെ. നേരത്തെ അങ്ങനെ പറഞ്ഞു പോയതിലുള്ള എല്ലാ സങ്കടവും അവളുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ആരെയും വേദനിപ്പിക്കാനല്ല, ആരും വേദനിക്കാതിരിക്കാനാ ഇനിയുള്ള നമ്മുടെ യാത്ര. ഏടത്തി കൂടെ ഉണ്ടാവണം. ഉണ്ടാവില്ലേ? ഉണ്ടാവും മോളെ. സിത്തുവിന് വല്ലാത്ത സന്തോഷം തോന്നി. അതോടൊപ്പം വന്നപ്പോൾ വിഷമിച്ചതിൽ വല്ലാത്ത കുറ്റബോധവും. ഏടത്തി ഇവിടെ നിൽക്ക്, ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ശില്പയോ പത്മാനിയോ കണ്ട എല്ലാം തീർന്നു. മായെ നോക്കി പറഞ്ഞിട്ട് സിതാര വാതിൽ പതുക്കെ തുറന്നു. ഭാഗ്യത്തിന് ആരെയും കണ്ടില്ല. ഇനി ഏടത്തി ഇറങ്ങിക്കോ, ബാക്കി പുറത്ത്. ഒരു പുൻസിരിയോടെ പറയുന്നവളെ മായ വാത്സല്യത്തോടെ നോക്കി. അവൾക്ക് ശിവയെ പോലെയൊക്കെ തോന്നി അവളുടെ സംസാരം കേട്ടപ്പോൾ മായ പുറത്തിറങ്ങി റൂമിലേക്ക് പോയതും സിതാര ഒരു ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. മായ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇന്ദ്രൻ കുളി കഴിഞ്ഞ് തലതൂർത്തിക്കൊണ്ട് കണ്ണാടിക്കുമ്പിൽ നിൽപ്പായിരുന്നു. മായക്ക് അവനെ കണ്ടിട്ട് എന്തോ വല്ലായ്മ തോന്നി. ഷർട്ടൊന്നും ഇടാതെ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. താൻ നോക്കുമ്പോൾ അവനെന്തെങ്കിലും തോന്നുമോ എന്നുള്ള ആദ്യ അവളിൽ നിറഞ്ഞു. വാടോ. അവളുടെ പരിങ്ങിക്കൊണ്ടുള്ള നിൽപ്പ് കണ്ട് തിരിഞ്ഞു നോക്കാതെ കണ്ണാടിൽ കൂടെ കണ്ടവൻ പറഞ്ഞു. അതോടൊപ്പം കബോർഡ് തീർന്നൊരു ടീഷർട്ട് എടുത്തിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. ഞാൻ വന്നപ്പോൾ മുതൽ തിരയുന്നത് നിന്നെ. എവിടെയായിരുന്നു താൻ? ഞാൻ താഴെ അടുക്കളയിലുണ്ടായിരുന്നു. അടുക്കളയിലാണെങ്കിൽ ഞാൻ വന്നറിഞ്ഞാൽ വരുമല്ലോ. എന്തു പറ്റി? പുതിയ വല്ല സങ്കടം കിട്ടി എൻ്റെ പെണ്ണിന്? തമാശയായിട്ടാണ് ചോദിച്ചെങ്കിലും അവൾ തൻ്റെ അടുത്തേക്ക് വരാത്തതിൻ്റെ കാരണം തനിക്ക് അറിയുന്നതാണ്. ഇനി അറിഞ്ഞില്ലെങ്കിൽ കൂടെ അവളത് പറയുകയില്ല. പക്ഷെ ഇപ്പോൾ അവളുടെ മുഖത്ത് അങ്ങനെയൊരു സങ്കടം കാണുന്നില്ല. എല്ലാം സിത്തു പറഞ്ഞു തീർത്തിട്ടുണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതൊന്നും കൂടുതൽ സമയം അവൾ മനസ്സിൽ വെക്കുകയില്ല. ഇല്ല ഇന്ദ്രേട്ടാ, എനിക്കിവിടെ ഒരു സങ്കടവും ഇല്ല. ആണോ? അതെ. സിത്തു എങ്ങനെ? സിത്തു നല്ല കൂട്ടാ ഇന്ദ്രേട്ടാ, പാവം കുട്ടി. ശിവയെ പോലെയും ശില്പയും പോലെയും തോന്നി എനിക്ക്. ശിവയോ ഓക്കെ, പക്ഷെ ശില്പയെ പോലെയല്ല അവള്. അവൻ്റെ ചിരിയോടെ പറഞ്ഞിട്ട് അവളെ നോക്കി. അവൻ്റെ ചിരിയിലേക്ക് അവളും ചേർന്നു. ആ ചിരി കണ്ടതും അവളിലൊരു തണുപ്പ് വീണു. അതോടൊപ്പം ഒരു ആശ്വാസവും. ഇനി താനിവിടെ ഇല്ലാത്ത സമയങ്ങളിൽ അവളുണ്ട് അവൾക്ക് കൂട്ടിന്. അവളെ വെട്ടിച്ച മായ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്നേഹിച്ചു തുടങ്ങിയാൽ അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ല അവൾക്ക്. ഇന്ദ്രേട്ട വാ, ഭക്ഷണം കഴിക്കാം. മായ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. പെട്ടെന്ന് ഇന്ദ്രൻ അവരുടെ കയ്യിൽ പിടുത്തമിട്ടു. ആ പിടുത്തത്തിൽ ഒട്ടും തെറ്റാതെ മായ കൃത്യമായി ഇന്ദ്രന്റെ നെഞ്ചിൽ തന്നെ വന്ന് വീണു. അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. പേടിയോടെ തന്നെ നോക്കുന്ന ആ മിഴികളിൽ വല്ലാത്തൊരു മായാജാലം വന്ന് നിറയുന്ന അവൻ അറിഞ്ഞു. ഇനിയുള്ള ജന്മമൊക്കെയും തന്നിലേക്ക് ചേർക്കാൻ ഒരു കടലോളം പ്രണയം ആ കണ്ണുകളിൽ ആർത്തിരുമ്പെന്ന് അവനെ കാണാമായിരുന്നു. അവന്റെ കുസൃതി നിറഞ്ഞ നോട്ടത്തിൽ അവൾ തലതാഴ്ത്തി. ഇങ്ങോട്ട് നോക്ക് വേണേ. അവനുകളുടെ താടിയിൽ പിടിച്ച ആ മുഖം തന്നെ നേരെ തിരിച്ചു. ഇന്ദ്രേട്ടൻ വാ. പെട്ടെന്ന് അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് പിടഞ്ഞു മാറി. തിരിഞ്ഞു നോക്കാതെ വാതിൽ തുറന്നിട്ട് ആകെ ഒരു അമ്പരപ്പോടെ അവൾ പുറത്തിറങ്ങി. അവളുടെ മുഖം ആ നിമിഷാകെ ചുവന്ന് തുടുത്തിരുന്നു. അപ്പോഴാണ് ശില്പ അവളുടെ റൂമിൽ നിന്നിറങ്ങിയത്. മായയുടെ മുഖം മുന്നിൽ കണ്ടതും അവളുടെ മുഖം ഇരുണ്ടു. ഇതൊക്കെ ഉടനെ നിൽക്കും ചേച്ചി, ഈ പുഞ്ചിരി അധിക ദിവസം ഉണ്ടാവില്ല, കാത്തിരുന്നോ. മായ ശില്പയെ ശ്രദ്ധിക്കാതെ വേഗത്തിൽ താഴേക്ക് ഇറങ്ങിയതും ശില്പ സിത്താരയുടെ റൂമിന് നേരെ നടന്നു. എന്താ മോളെ നീ ഇവിടെ ഒറ്റയ്ക്ക് വന്നിക്കുന്നത്? രാത്രി അടുക്കള ഭാഗത്ത് ആരോടും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ശ്രേയയെ കണ്ടതും ശോഭ അവൾക്കരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. ശോഭയുടെ ശബ്ദം കേട്ടതും നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് അവൾ തിരിഞ്ഞു. മോളെ നീ കരയായിരുന്നോ? എന്താ പറ്റിയത്? അവളുടെ കരങ്ങിയ കണ്ണുകൾ കണ്ടതും അവർ വേവലാതിയോടെ അവളെ കയ്യിൽ പിടിച്ചു. ഇല്ലമ്മേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ വന്നേ, എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. അല്ല മോളെ, അവനെന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, ഏട്ടനൊന്നും പറഞ്ഞില്ല. ശ്രേയ ഒന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും അതിലെന്തൊക്കെയുണ്ടെന്ന് ശോഭക്ക് മനസ്സിലായി. മോള് വാ. ശോഭ അവളെയും വിളിച്ചിട്ട് ആളിലേക്ക് കടന്നു. മാധവേട്ടാ, മായി എവിടെ? അവന്തേ സിറ്റ് ഔട്ടിലുണ്ടെന്ന് തോന്നുന്നു. എന്താ ശോഭയെ കാര്യം? മോളിവിടെ ഇരിക്കി. ആളോടെ ഇരുത്തിച്ചിട്ട് ശോഭ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് കഴിക്കാനായി പറഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് കടന്നു. മഹി. മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മഹി അമ്മയുടെ വിളിയേട്ട് നിന്നു. എന്താമ്മേ? നീ ഒന്ന് വന്നേ. എന്താമ്മേ പ്രശ്നം? നീനോട് വരാനല്ലേ പറഞ്ഞ്? കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കടന്നു. മഹി എന്താണ് കാര്യം എന്നറിയാതെ അവർക്ക് പിന്നാലെ വീട്ടിലേക്ക് കയറി. എന്താ ശോഭയെ കാര്യം? എന്താ കാര്യം എന്നോ? ദേ ഇവനുണ്ടല്ലോ, നമ്മുടെ പുന്നാര മോന്. ഇവൻ ഒരുപാട് വർഷം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഈ കുട്ടിയെ അവളുടെ ഭാഗത്തൊരു തെറ്റുപറ്റിപ്പോയി. അതിനുള്ള ശിക്ഷ ഇതിനോടൊക്കെ അവൾ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ ആ തെറ്റിന് അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശില്പക്ക് ഇവന് ഇവളുടെ തെറ്റിൽ പങ്കുണ്ട്. എന്നിട്ട് ഈ കുട്ടിയെ മാത്രം ഇപ്പോഴും ഇവൻ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുക. ഈ കുട്ടി വന്നിട്ട് ഇത്ര സമയമായിട്ടൊരു വാക്ക് മിണ്ടിയിട്ടില്ല മാധവേട്ടാ. ഇവൻ ആരോടാ? മാധവൻ ദേഷ്യത്തോടെ ചേരിൽ നിന്ന് എഴുന്നേറ്റു. അച്ഛാ വേണ്ട. മൈ അടിക്കാൻ അച്ഛൻ കയ്യോങ്ങിയതും ഭക്ഷണം കഴിക്കായിരുന്ന ശ്രേയ ഞെട്ടിലോട് എഴുന്നേറ്റ് മാധവന്റെ കയ്യിൽ പിടിച്ചു. അച്ഛാ, ഞാനാ തെറ്റുകാരി, ഞാൻ മാത്രം. ആരൊക്കെ എന്നെ നന്മ ആഗ്രഹിക്കുന്നു, ആരൊക്കെ കൂടെ നിന്നിട്ട് ചതിക്കുന്നു എന്നൊക്കെ അറിയാതെ പോയത് ഞാനാ. മായേച്ചി ചേച്ചിയായിരുന്നു ശരി. അതറിയാതെ പോയുള്ള ശിക്ഷയാ ഞാനിന്ന് അനുഭവിക്കുന്നത്. സാരമില്ല, ഇതെന്റെ വിധിയാ. അച്ഛൻ മയ്യേട്ടനെ അടിക്കൊന്നും വേണ്ട. മയ്യേട്ടൻ എന്നോട് മിണ്ടാനും കൂടെ ജീവിക്കാനും താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ആരെയും വേദനിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഒരു പൊട്ടിക്കരച്ചിലോടെ പറഞ്ഞിട്ട് ശ്രേയ അകത്തേക്ക് ഓടി.
അവളുടെ വാക്കുകൾ കേട്ടതും മായി നിന്നെടുത്തുനിന്ന് ഒരുങ്ങി. രാത്രി 9 മണി കഴിഞ്ഞതും എല്ലാവരും ഡൈനിങ് ടേബിൾ കഴിക്കാനായിരുന്നു. മായി യശോദയും പത്മവും ടേബിളിലേക്ക് ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു. ഇന്ദ്രൻ, ശ്രീഹരി, മുത്തശ്ശൻ, മുത്തശ്ശി കൂടാതെ സിതാര, ശില്പ ഇവരാണ് കഴിക്കാനിരുന്നത്. മറ്റുള്ളവരോട് കൂടി ഇരിക്കാൻ മുത്തശ്ശി പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് അവർക്ക് വിളമ്പി കൊടുക്കാനായി നിന്നു. മക്കളെ അവര് വിളിക്കെങ്ങാനും ചെയ്തോ? വരുന്ന കാര്യം എന്ത് പറഞ്ഞു? ആ മുത്തശ്ശ വൈകിട്ട് വിളിച്ചായിരുന്നു. ഇന്ന് രാത്രി എത്തുമെന്ന് പറഞ്ഞു. കുറച്ച് വൈകും. അങ്ങനെയാ അച്ഛൻ പറഞ്ഞു. ശ്രീഹരി മുത്തശ്ശനെ നോക്കി പറഞ്ഞു. അതെയോ? അതേ മുത്തശ്ശ. അല്ല, മുത്തശ്ശന്റെ മക്കളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നത് തോന്നല്ലോ. അവര് കുഞ്ഞുകുട്ടികളെങ്ങാനാണോ ഇങ്ങനെ ടെൻഷനാവാൻ? സിത്തു ഒരു ചിരിയോടെ പറഞ്ഞു. നീ ബോഡി കളിയാക്കാണ്ട്, എനിക്ക് അവരെന്റെ കുഞ്ഞുമക്കൾ തന്നെയാ. മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് സിത്താരയെ നോക്കി. അല്ല, ഉമാരി വഴിക്കൊന്നും വരാറില്ലേ ഇപ്പോ? ഞാൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് കണ്ടില്ല. വരാറൊക്കെ ഉണ്ട് സിത്തു. ഇപ്പൊ അവരിവിടെ ഇല്ല. സത്യന്റെ അനിയന്റെ വീട്ടിൽ പോയേക്കുവാ. ചിലപ്പോ നാളെ എങ്ങാനും വരും. വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാൻ. എന്തു പറയുന്നു ശ്രീയേട്ടാ? ഓ ആയിക്കോട്ടെ, മേഡം പറയും പോലെ. ശ്രീഹരി ചിരിയോടെ പറഞ്ഞു. മായ ശ്രീഹരിയുടെ സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയായിരുന്നു. ഇപ്പോൾ വല്ലാത്തൊരു സമാധാനവും സന്തോഷവും അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേ നിമിഷം മായ വെറുതെ ഒന്ന് ശില്പയുടെ മുഖത്തേക്ക് നോക്കി. കടന്നൽ കുത്തിയ പോലെ വീർത്തിരിക്കുന്നു. ശ്രീഹരിയെയും സിത്തുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് മനസ്സിലെന്തോ പിറുവിറുക്കുന്ന പോലെ തോന്നി അവളുടെ മുഖം കണ്ടപ്പോൾ ആദ്യം മായയ്ക്ക് വിഷമം തോന്നിയെങ്കിലും സിതാര പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്തും ഒരു സമാധാനം വന്ന് നിറഞ്ഞു. അവളുടെ മുഖത്തിന്റെ കനം മായയെ പോലെ സിത്തുവും ശ്രദ്ധിച്ചിരുന്നു. ആ കനം കൂട്ടാനെന്നോണം അതൊന്നും മൈൻഡാക്കാതെ തന്റെ ചെയർ ശ്രീഹരിക്കടുത്തേക്ക് കുറച്ചുകൂടെ നീക്കിയിട്ടിട്ട് ഓരോന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ഇന്ദ്രന്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. തികട്ടി വന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് മായൊന്ന് കണ്ണിറുക്കി കാണിച്ചിട്ട് കഴിപ്പ് മതിയാക്കി അവൻ എഴുന്നേറ്റു. അവന്റെ നോട്ടത്തിന്റെ തീവ്രതയിൽ തന്നിലെന്തൊക്കെയോ മാറ്റം വരുന്ന പോലെ തോന്നിയതും മായ അവൻ കഴിച്ച പ്ലേറ്റ് എടുത്തിട്ട് അടുക്കളയിലേക്ക് പോയി. കൈ കഴുകിയിട്ട് ഇന്ദ്രൻ എല്ലാവരെയും നോക്കി. എല്ലാവരും കഴിക്കുന്നതിന്റെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ചിരിക്കുന്നതിന്റെയും തിരക്കിലാണ്. അവന് അവൾ പോയ വഴി അടുക്കളയിലേക്ക് നീങ്ങി. മായ അടുക്കളയിൽ സ്ലാവിനരികെ പുറംതിരിഞ്ഞ് നിൽപ്പാണ്. എന്തോ ആലോചനയിലാണ് അവളെന്ന് അവന് തോന്നി. ശബ്ദമുണ്ടാക്കാതെ അവൻ അവിടെ അരികിലേക്ക് ചെന്നു. വേഗം കഴിച്ചിട്ട് വന്നേക്കണ പെണ്ണേ. കാതോരാ ശബ്ദം കേട്ടതും അവൾ പിടച്ചിലോടെ തിരിഞ്ഞ് അവളാകെ പരിഭ്രമിച്ച് ഹാളിലേക്കുള്ള വഴിയിലേക്ക് നോക്കി. ഇന്ദ്രേട്ടാ? കൂടുതൽ വിയർക്കേണ്ട പെണ്ണേ, ഞാൻ പോയേക്കാം. എന്താ ഇവിടെ? പെട്ടെന്നാണ് ഇന്ദ്രന്റെ അമ്മ അങ്ങോട്ട് എത്തിയത്. അതമ്മ, ഞാൻ വെള്ളം. മനസ്സിലായി. എന്നിട്ട് വെള്ളം കിട്ടിയോ? ആ കിട്ടി. എന്നാ മോൻ വേഗം പോവാൻ നോക്ക്, ഞങ്ങൾ വല്ലതും കഴിക്കട്ടെ. അത് കേട്ടതും അവളെ നോക്കി ഇന്ദ്രൻ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വേഗത്തിൽ നടന്നു. അത് കണ്ടതും മായയ്ക്ക് ചിരി പൊട്ടി. വേഗം കഴിക്കാൻ വരാൻ നോക്ക് മോളെ. അവളുടെ മുഖം ശ്രദ്ധിച്ച് അവർ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർക്ക് പിന്നാലെ അവളും നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.